എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും നമ്മെ ക്രിസ്തുവിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് ഇന്നലെ സംസാരിക്കുകയുണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിച്ചാൽ ആ വ്യക്തിയാണ് ഭാഗ്യവാൻ. അതാണ് യേശു ശിമോൻ പത്രോസിനോട് പറഞ്ഞത്. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ളവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു പറയുകയായിരുന്നു, അപ്പോൾ ശിമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവത്രേ. അപ്പം പിതാവായ ദൈവമാണ് ക്രിസ്തുവിനെ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത്. ആ വെളിപ്പാട് ലഭിച്ച പത്രോസിനോടാണ് യേശു പറഞ്ഞത്, നീ ഭാഗ്യവാൻ. എന്നിട്ടാണ് യേശു കർത്താവ് പറയുന്നുണ്ട്, നീ പാറയാവുന്നു, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഈ പാറയെന്ന് യേശു കർത്താവ് ഉദ്ദേശിച്ചത് പത്രോസിന് കിട്ടിയ ആ വെളിപ്പാടാണ്. പത്രോസിന് കിട്ടിയ വെളിപ്പാടിലാണ് സഭ പണിയപ്പെടുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ സഭ എന്ന് വെച്ചെന്നാൽ യേശുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. ആ യേശുവാണ് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പുകാരൻ, വിമോചകൻ. പാപത്തിൽ നിന്നും പാപമുഖാന്തരം മനുഷ്യരാശിയുടെ മേൽ വന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും, പിശാചിൻ്റെ ഭരണത്തിൽ നിന്നും, പിശാച് മനുഷ്യരാശിയുടെ മേൽ വെച്ച എല്ലാ നുഖത്തിൽ നിന്നും ഉള്ള വീണ്ടെടുപ്പ് ക്രിസ്തു യേശു മുഖാന്തരം ദൈവം നിർവഹിച്ചു. അതിനായി ദൈവം അയച്ച ഈ യേശു, ദൈവത്തിൻ്റെ പുത്രനായ ഈ യേശുവാണ് ക്രിസ്തു എന്നുള്ള വെളിപ്പാട് പത്രോസിന് ലഭിച്ചു. അതാണ് ആ വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയാണ് പാറയിൽ അടിസ്ഥാനമിട്ട ഒരു വ്യക്തി. ഇനി യേശു കർത്താവ് പറയുന്നുണ്ട്, പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. എന്താണ് ഈ പാറയിൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യൻ? പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാകണമെങ്കിൽ അവിടെ യേശു കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. അപ്പോൾ യേശുവിൻ്റെ വചനങ്ങളെ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകണം. അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനെ അവകാശമാക്കാൻ കഴിയൂ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ ക്രിസ്തുയേശു മുഖാന്തരമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ അനുഭവിക്കേണ്ടത് ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഉപദേശം എന്നോണം നമുക്ക് യോഹന്നാൻ തൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല. ഈ ഉപദേശവുമായി വരുന്നവനെ അല്ലാതെ നമ്മൾ വീട്ടിൽ പോലും കയറ്റരുത്, അവനുമായി കുശലം പോലും പറയരുതെന്നാണ്. കുശലം പറയുന്ന അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് ഓഹരിക്കാരനാകുമെന്നാണ്. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കണം. ആ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചെന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുയേശു മുഖാന്തരം ദൈവം വെച്ച സകലമാന അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ ക്രിസ്തുവിലായപ്പോൾ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങളും നമ്മുടെ അവകാശമാണ്. പക്ഷേ ഈ അവകാശം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. അവിടെ വായിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവരിലും ദൈവമില്ല. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ വാഗ്ദത്തങ്ങളും മറ്റുള്ള എല്ലാ ദൂതുകളും എല്ലാം കേട്ട് വിശ്വാസത്താൽ പല വിശ്വാസികളും ശുശ്രൂഷ കഴിഞ്ഞു പോരും. പക്ഷേ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. കാരണം അവർ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലായിരിക്കില്ല. അവർ ജീവിക്കുന്നത് അവരുടെ ജഡപ്രകാരം, ഇഷ്ടപ്രകാരം, ലോകപ്രകാരമായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചെന്നാൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിലുള്ള അവകാശങ്ങളൊന്നും ലഭിക്കത്തില്ല. അപ്പോൾ ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മൾ വീണ്ടെടുത്തു. ദൈവം നമ്മളിപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. ആ പുത്രൻ്റെ രാജ്യത്തിലാണ് നമ്മളായിരിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിന് ഒരു നിയമമുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തിൽ തന്നെ എത്രയോ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഒരു നിയമവ്യവസ്ഥകൾക്കുള്ളിലാണ്.
മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടിട്ടാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു പറയുന്നത്, മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെയും ചേർപ്പിക്കപ്പെടും. ഇവയൊക്കെയും എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് വേണ്ടുന്നതായ സകല ആവശ്യങ്ങളും, അവൻ്റെ ആവശ്യങ്ങൾ യേശു പറയുന്നുണ്ട്, ഉറപ്പായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെയും ചേർപ്പിക്കപ്പെടും. എന്നുവെച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമായ ഭൗതികമായ നന്മകൾ എല്ലാം ദൈവം നമുക്ക് നൽകുവാൻ വിശ്വസ്തന. വിളിച്ച ദൈവം വിശ്വസ്തന. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കണം. അതിന് നമ്മളെ വീണ്ടെടുപ്പുകാരനായിട്ട് ദൈവം അയച്ച ക്രിസ്തു നമ്മളോട് ഉപദേശിച്ച ഉപദേശം നമ്മളനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. അതിലത്രമാത്രം നമ്മൾ പെർഫെക്റ്റായി എന്നുള്ളതല്ല, അതിൽ വീഴ്ച വരും. അത് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് അനുസരിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യനും. അവിടെയാണ് വീണ്ടും ക്രിസ്തുവിൻ്റെ ആവശ്യം. അവിടെയാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന യേശു ക്രിസ്തുവിനെ ഇന്നും നമുക്ക് ആവശ്യമാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജഡത്തിലായിരിക്കുന്നു. നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ആത്മാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ ഫിലിപ്പിയർ 3:20 വായിക്കുന്നു, നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പം ആത്മാവ് സംബന്ധിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, ജഡം സംബന്ധിച്ച് നമ്മൾ ഈ ഭൂമിയിലാണ്. ജഡം രക്ഷിക്കപ്പെടാത്ത ഒന്നാണ്, ആത്മാവാണ് രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നമ്മൾ സമർപ്പിക്കപ്പെടണം. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അപ്പോൾ നമുക്കത് തികവോടെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അവിടെ നമ്മൾക്ക് വീഴ്ച പറ്റുമ്പോഴാണ് നമ്മൾ ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ ക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശുവേ എനിക്കിത്രേ കഴിയുന്നുള്ളൂ, കൃപ തോന്നണം, എൻ്റെ മേൽ കൃപ വ്യാപരിക്കണം എന്നുള്ള ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഏറ്റുപറയണമെങ്കിൽ നമ്മളിലുള്ള തെറ്റുകുറ്റങ്ങളെ, വീഴ്ചകളെ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഏത് നിലവാരത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എന്തെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാൻ വന്നതല്ല, നിവർത്തിപ്പാൻ വന്നതത്രേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനം നമ്മൾ 1 വായിക്കുന്നുണ്ട്. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കതൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 1 എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എബ്രായ ലേഖനം 1 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം പണ്ട് ഭാഗമായി വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുൾ ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുൾ ചെയ്തിരിക്കുന്നു. എന്താ? ദൈവം പണ്ട് ഭാഗമായി പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തു. അത് ന്യായപ്രമാണം. പക്ഷേ ഈ കൃപായുഗത്തിൽ വരുമ്പോൾ കൃപയുടെ ദാതാവായ യേശു ക്രിസ്തു തൻ്റെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം സംസാരിച്ചിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം സംസാരിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അപ്പോൾ നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവരാജ്യത്തിലാണെങ്കിൽ ആ രാജ്യത്തിനൊരു നിയമമുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അതുപോലെ തന്നെ ദൈവം ന്യായപ്രമാണമായി പ്രവാചകന്മാർ മുഖാന്തരം കൊടുത്തത് ഒന്നിനും മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടിട്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാൻ വന്നതല്ല, നിവർത്തിപ്പാൻ വന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം കൃപയാൽ നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരാണ്. കൃപയാൽ നീതീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഭൂമിയിൽ കൃപയാണെന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിക്കാമെന്നുള്ളതല്ല. കൃപയാൽ നമ്മൾക്ക് നീതി നൽകുവാനായിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി നമ്മളുടെ അകൃത്യങ്ങൾ തൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ആ യേശു ഈ ഭൂമിയിൽ 3.5 വർഷമായിരുന്നപ്പോൾ ശുശ്രൂഷിച്ച, ഉപദേശിച്ച, പ്രസംഗിച്ച ഉപദേശങ്ങളെല്ലാം ആ യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും ആ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവരിലും ദൈവമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളിത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം.
പല ദൂതുകളും പല വാഗ്ദത്തങ്ങളും നമ്മൾ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരാത്തതിൻ്റെ കാരണം നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നി വളരുന്നില്ല. നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നി വളരണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കത് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് എഴുതിയിട്ട് നമുക്കത് നോക്കാം. കൊലോസ്യ ലേഖനത്തിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നത് നോക്കാം. കൊലോസ്യ ലേഖനം അതിൻ്റെ 2:6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. കണ്ട, നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം. അപ്പൊ ക്രിസ്തു ഉപദേശിച്ചതിന് ഒത്തവണ്ണം നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നി വളരുന്നവരാവുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാവുന്നു? അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഈ കേൾക്കുന്ന വചനങ്ങളാൽ നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയണം. ഞാൻ ക്രിസ്തുവിൽ വേരൂന്നി വളരുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലാണോ ഞാൻ നടക്കുന്നത്? അതല്ല കൃപയാലാണെന്നും പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചാണ് നിങ്ങൾ നടക്കുന്നത് എങ്കിൽ തെറ്റി. പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മളെല്ലാം കൃപയാണെന്നും പറഞ്ഞ് നമ്മൾ ജഡത്തിൻ്റെ ഇച്ഛകൾക്കും മോഹങ്ങൾക്കും ഒത്തവണ്ണം ജീവിക്കുന്നു. ജഡത്തിൻ്റെ ഇച്ഛകളും മോഹങ്ങളും നിറവേറ്റാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ മടങ്ങി വരണം. സ്നാപയോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 3 തുടക്കത്തിൽ സ്നാപയോഹന്നാൻ പ്രസംഗിക്കുന്നൊരു കാര്യമുണ്ട്: ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. യേശു കർത്താവും പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. അപ്പൊ ദൈവരാജ്യത്തിനകത്തുള്ള നന്മകളെ വിടുതലുകളെ എല്ലാം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ആ മാനസാന്തരം എന്താണെന്നറിയാമോ? നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛകളെ, താല്പര്യങ്ങളെ നമ്മൾ ആത്മാവിൻ്റെ ഇച്ഛയ്ക്കും ആത്മാവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മൾ നിലനിർത്താൻ കഴിയണം. അതാണ് നമ്മൾ റോമർ 8 നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 8 അത് നമുക്ക് അടുത്ത ദിവസം ഞാൻ ശുശ്രൂഷിക്കാം അതിനെക്കുറിച്ചിട്ട്. അപ്പം ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് ക്രിസ്തുവേശുവിൽ നമ്മൾ എല്ലാവിധ ദൈവത്താലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശിയാണ്. എന്നാൽ ഈ അവകാശം, ഈ അനുഗ്രഹം നമുക്ക് കിട്ടാതെ പോകുന്നുവെങ്കിൽ അതിനൊന്നാമത്തെ കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നില്ല. സഭയുടെ അടിസ്ഥാന ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. അതെന്താണെന്നുള്ളതും എങ്ങനെയാണെന്ന് തിരുവെഴുത്തുകളിലൂടെ നമുക്കത് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആ വചനങ്ങളെയും നമുക്ക് അടുത്ത ദിവസങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതായത് സഭയുടെ അടിസ്ഥാന ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ആദിമസഭ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലാണ് തുടങ്ങിയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്നാൽ ക്രിസ്തുവേശു മുഖാന്തരമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നമുക്ക് ലഭിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല. നമുക്കിന്ന് കേട്ട വചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞാൻ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടോ? എന്നാൽ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ അറിയുന്നുണ്ടോ എന്താണെന്നുള്ളത്? പലപ്പോഴും നമ്മളെ സഭകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, വചന ശുശ്രൂഷകളിൽ എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്നുള്ളത് ഉപദേശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ജനം അത് അറിയുന്നുമില്ല. മറ്റുള്ള എല്ലാം നമ്മൾ ഉപദേശിക്കും, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ലേഖനങ്ങളൊക്കെ നമ്മൾ ഉപദേശിക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്നോ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാൻ തക്കവണ്ണം ഉപദേശം കൊടുക്കുകയോ ഇന്ന് ചെയ്യുന്നില്ല. നമുക്കൊരു വചനവാക്യം കൂടി നിങ്ങളോട് സംസാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോണേണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. കണ്ട, അവിടെ യേശു പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ച വ്യക്തികൾ ആരാ? യേശുവിനെ സ്വീകരിച്ചവരാ. യേശുവിനെ വിശ്വസിച്ച് യേശുവിന് കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിൻ്റെ വായു കൊണ്ട് ഏറ്റുപറഞ്ഞ്, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ സ്നാനമേറ്റ വ്യക്തികൾ സഭക്കകത്ത് വന്നു. സഭക്കകത്ത് വന്നപ്പോൾ സഭക്കകത്ത് വരുന്നവരോട് എന്തുപദേശിക്കണമെന്നാണ് ഇവിടെ യേശു കർത്താവ്
അപ്പോസ്തലന്മാരോട് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശം ഉപദേശിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കുവാനാണ് യേശു കർത്താവ് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തമാണ് ഓരോ സഭാ ശുശ്രൂഷകർക്കും ഉണ്ടാകേണ്ടത്. സഭക്കകത്ത് പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിച്ചെന്നാൽ ക്രിസ്തുവേശു മുഖാന്തരം ദൈവം വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ജനം പ്രാപിക്കും. ഇത് ഉപദേശിക്കാത്തത് കാരണമാണ് ജനം ഇത് അനുഭവിക്കാത്തത്. അപ്പം ജനത്തിൻ്റെ കുഴപ്പമാണോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഉപദേശിക്കേണ്ടവർ ഉപദേശിക്കണം. ആ ഉപദേശം കൊടുത്ത് ജനത്തെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നടക്കുവാൻ ജനത്തെ പഠിപ്പിച്ചെന്നാൽ അവരങ്ങനെ നടക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യേശു പറഞ്ഞതുപോലെ മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെയും കിട്ടി. ഈ ഭൂമിയിൽ ആവശ്യമായ ഭൗതികമായ സകല നന്മകളും വിടുതലുകളും ഉയർച്ചകളും ആത്മീയ അധികാരങ്ങളും എല്ലാം ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തി, ദൈവരാജ്യത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും. അത് അവൻ്റെ അവകാശമായതുകൊണ്ട് അത് അവൻ ലഭിക്കും. അവൻ ലോകത്തിൽ ഉന്നതനായിരിക്കും, ക്രിസ്തുവിൽ പ്രസിദ്ധനായിരിക്കും. അവൻ വാലല്ല തലയാവും. ഇതിനാരും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വചനം അങ്ങനെയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. തെറ്റായ ഒരു ചിന്താഗതിയും വേണ്ട. ക്രിസ്തുവിലാണോ നമ്മൾ, ദൈവത്താലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശിയാണ്. ക്രിസ്തു ക്രൂശിൽ കൊടുത്ത വില, യേശുവിൻ്റെ അടിപ്പണരാൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. യേശു ദരിദ്രരായി നമ്മളെ സമ്പന്നനാക്കാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. ആത്മീയ ജീവിതം കഷ്ടതയും ദുരിതവും നിറഞ്ഞതാണ്. കഷ്ടതയുണ്ട്, ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടതയുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ നടക്കുവാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് മോഹങ്ങളെ നമ്മൾ നോ എന്ന് പറയും. അവിടെയാണ് ആ കഷ്ടത. കണ്ട, യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. നമുക്കും ജഡത്തിലൊരു കഷ്ടമുണ്ട്, കഷ്ടാനുഭവമുണ്ട്. കാരണം അമ്മയപ്പന്മാരിൽ നിന്ന് കിട്ടിയ കൾച്ചർ, ആ സ്വഭാവത്തോട് ക്രിസ്തുവിലായ നമ്മൾ, പുതിയ സൃഷ്ടിയായ നമ്മൾ ഇനി ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് അതനുസരിക്കാൻ തുടങ്ങുമ്പോൾ പലതിനോടും നോ എന്ന് പറയേണ്ടി വരും. അതാണ് ക്രിസ്തീയ ജീവിതത്തിലുള്ള കഷ്ടത. അല്ലാണ്ട് രോഗങ്ങളോ പട്ടിണിയോ ദാരിദ്ര്യമോ ഒന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ അപ്പൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാരിദ്ര്യത്തിൽ കിടക്കാനല്ല. നമ്മളാരെങ്കിലും നമ്മുടെ മക്കൾ ദാരിദ്ര്യവും കഷ്ടതയും ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ യേശു പറഞ്ഞെന്താ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുന്നുവെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം തരുമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ലോകത്തിലുള്ള മറ്റുള്ള എല്ലാവരേക്കാളും അനുഗ്രഹിക്കപ്പെട്ടവരായി, ഉയർച്ച പ്രാപിക്കുന്നവരായി, ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും ദൈവത്താലുള്ള എല്ലാവിധ വിടുതലുകളും അനുഭവിക്കുന്നവരായിരിക്കണം. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ കൊടുത്ത വിലയാണത്. അത് നമ്മുടെ അവകാശമാണ്. പക്ഷേ ഇത് അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. നമ്മുടെ പുറത്തെ മനുഷ്യൻ്റെ ജീവിതം, പുറത്തെ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം നമ്മുടെ പുറത്തെ മനുഷ്യനെ നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും നമ്മുടെ അവകാശമാണ്. നമ്മുടെ പുറകെ വരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. സ്തോത്രം. ഇനി വളരെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമയം, നമുക്കൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. നമുക്ക് നാളത്തെ ഭാഗങ്ങളിൽ, നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് ദൈവാലോചന കേൾക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മൾ ഒരുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നൽകുന്ന വെളിപ്പാടുകളാണ്, ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന വെളിപ്പാടുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും കേട്ട വചനത്താൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.